என்ன இருக்கு அங்க ஸ்விம்மிங் பூல்குள்ள? தண்ணி இருக்கு. தண்ணி மட்டும்தான். ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൊറിയർ വാങ്ങാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പറയുക, എங்கே പോണ്? ഗ്രീൻലാൻഡറാ എന്നാ ഇടത്ത് പേര്? ഗ്രീൻലാൻഡറാ. ഗ്രീൻലാൻഡർ എന്നൊരു എന്താ പറയുക സ്വിമ്മിംഗ് പൂളുണ്ട്. ഇവിടെ നോമ്പിനാണ് എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ചാടി കുളിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അപ്പോൾ കൊറിയർ വാങ്ങാനായിട്ട് പോവാണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു, നമ്മൾ രാത്രിയല്ലേ പക്ഷെ ഒരു 3 മണി 4 മണിയൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു ഗ്രീൻലാൻഡറിലെല്ലാം പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ആർക്കാടത്തെ ഒരു എന്താ പറയുക ഒരു ഫുൾ വ്ളോഗ് തന്നെ ഉണ്ടായിരിക്കും പാർക്കാടിലുള്ളത്. ഏകദേശം ഇപ്പോൾ ഒരു മാസം കൂടി ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒന്ന് രാജസ്ഥാനിലൊക്കെ ഒന്ന് പോകണം എന്നുള്ള ഒരു പ്ലാനൊക്കെയാണ്. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് ഒരുപാട് കോട്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കോട്ടകളിലൊക്കെ ഒന്ന് പോകണം. കൊറിയർ ഓഫീസ് എത്താറായി. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ ഒരുപാട് ഉള്ളേരിയ. ഇതാണ് കൊറിയർ ഓഫീസ്. ഇങ്ങനെയാ ഇരിക്കുന്നത് சொன்னவர். എന്തായാലും നമ്മൾ കൊറിയർ വാങ്ങാൻ പോവാണ്. കൊറിയർ ഞാനൊരു എന്താ പറയുക സൺക്രീം ഓർഡർ ചെയ്ത്. അപ്പോൾ കൊറിയർ ഇപ്പം നമ്മളെ കൊറിയറിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കൊറിയർ അന്വേഷിച്ച് വന്നതാണ്. എന്തായാലും അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇല്ല കോള് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. നീ കിട്ടിക്കഴിഞ്ഞാൽ. ഇതുവരെ നമ്മളെ സാധനം കിട്ടിയില്ല ചേട്ടാ. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പോകുന്നത്. എന്തായാലും അവർ തപ്പുന്നുണ്ട്. സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഞാനൊരു സൺക്രീം ഓർഡർ ചെയ്തേന്ന്. ഇപ്പോൾ ഇതിൻ്റെ ഇത് ഓപ്പൺ പണിൻ്റെ ശേഷം നോക്കാം. ഏയ് തമീം ഇതര ആങ്കേന്ന് ഓപ്പൺ പണി. வா ஓப்பன் பண்ணணும். ஓப்பன் பண்ணு, நீயே ஓப்பன் பண்ணு. அப்போது நம்மளை கொரியர் ஓப்பன் பண்ண போவேன்னு வீடியோ ஓப்பன் செய். തുറക്ക്. അതിൽ എത്ര പീസ് ഉണ്ട്? 3 പീസ് ഉണ്ടാവും. ഇതാണ് നമ്മളെ ഇത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഇതിൻ്റെ ഇത് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പറയും തേച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താണ് ഇതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അത് കളിച്ചിട്ട് 3 ഉണ്ട് കേട്ടോ. എനിക്കൊരു ഓഫറിൽ കിട്ടിയതാണ്. അവിടേക്ക് 3 പീസ് ഉണ്ട്. എനിക്കൊരു ഓഫറിൽ കിട്ടിയാണ്. ഫില്ലാറിൻ്റെ എന്താ പറയുക പ്രൊഡക്റ്റാണ്. എനിക്ക് ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. എന്തായാലും സിങ്ക് ഓക്സിഡ് പ്രൊട്ടക്ഷൻ സൺക്രീം ലോഷൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതൽ എന്താ പറയുക വിവരങ്ങളൊന്നും അറിയില്ല. എന്തായാലും തേച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം തീർച്ചയായും എന്ത് ചെയ്യുക എൻ്റെ വിവരങ്ങളൊക്കെ അറിയിക്കുക. ലിങ്ക് എന്ത് ചെയ്യുക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ വേണ്ടവരെന്ത് ചെയ്യുക തീർച്ചയായും വരിക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. നമുക്ക് നമ്മളെ ഓർഡർ ചെയ്ത ഇതൊക്കെ കിട്ടി. എന്താ പറയുക ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് ചെയ്യുന്നത്. എനിക്കൊരു തപ്പിപ്പഴുണ്ട്. എന്തായാലും എന്താ ക്ഷമിക്കുക. ഓക്കെ, നമ്മളെ വണ്ടി ഇതിന് വേണ്ടി യാത്ര. നമ്മൾ ഇനി പോകുന്നത് നമ്മളെ ഗ്രീൻലാൻഡർക്കാണ്. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. ഇവിടെ നോമ്പിനാണ് പിള്ളേർക്ക് വൈബ്. അപ്പം നമ്മൾ താമസിക്കുന്ന ഇടത്തുള്ളതാണ്. നമുക്ക് ഭക്ഷണം കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്നു തരും. അപ്പോൾ ചെക്കന്മാരൊരാഗ്രഹം പറഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ പോകണം, നിങ്ങൾ വരുമോ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ വരാന്നുള്ളത്. അപ്പം അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്.
അപ്പൊ കൊറിയർ ഓഫീസിൽ നിന്ന് ഇപ്പൊ റിട്ടേൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളുമായിട്ട് എന്തായാലും തീർച്ചയായിട്ടും ഒരു വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ കാണുക, സഹകരിക്കുക. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ നമ്മള് പേരെന്നെ ഗ്രീൻ തെണ്ടർ അല്ലേ? ഗ്രീൻ തെണ്ടർ ജലീല്. നിങ്ങളെ പേര്? നദീം. പേര് சொல்லடா. മുബഷിർ. അതാ പോകുന്ന നമ്മളെ അവനാണ് ഇതിലെ എന്താ പറയാ മുദീർ. തമീം ഫുള്ള് തൊട്ടടുത്ത് വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു ഏരിയ. ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉറുദു ആണ്. തമിഴ് അറിയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കുന്നത്. എല്ലാം ഇവിടുന്ന് സ്ഥലം വിടേണ്ട അവസ്ഥയാണ്. പഹന്മാർക്ക് ആർക്കും എന്താ പറയാ മലയാളം അറിയില്ല. മലയാളം പഠിപ്പിക്കുന്നുണ്ട് ഇവരൊക്കെ. മലയാളത്തിൽ സൗഖ്യമായ എന്നെ അതൊക്കെ എന്നാ സുഖമാ എന്നാണ് അതൊക്കെ മലയാളത്തിൽ സുഖം. ഇതാണ് നമ്മളെ ഇവിടുത്തെ അടുത്ത സുഹൃത്ത്. എന്തായാലും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് എന്താ വരാം. ഓട്ടോ കേട്ടാ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഗാങ്സുകൾ. ഇത് നിയമത്ത്, ഹമീദു, മുബഷിർ, നമ്മൾ ആരിഫ് ഗബ്ബാർ, അത് ആരിഫ്, എല്ലാവരും ഉണ്ട്. എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ്. അപ്പൊ എല്ലാരും ഒരു ഹായ് കാണിക്ക്. അപ്പൊ പോവല്ലേ? അപ്പോ ഗ്രീൻ തെണ്ടർ പോണാ? എന്നാ വാ പോയിടാ. சும்மா ஒரு காமெடி சொன்னேன், அவருக்கு எல்லாருக்கும் புரிஞ்சிருக்கேன் காமெடி. അപ്പോ എന്താ എല്ലാരും ഉണ്ട്. അപ്പൊ പോയിട്ട് വരാം. എന്താ ഗ്യാങ് ലീഡർ തമീമാണ്. എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പോയിട്ട് പറയാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഇവിടെ. ഇവര് എന്തൊക്കെയുണ്ട്, വലിയ സംഭവം ദിനോസർ ഉണ്ട്, ആന ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ പോയാൽ അറിയാം ദിനോസർ ഉണ്ട്, ആന ഉണ്ടോ എന്നുള്ളതൊക്കെ. രാവിലെ തന്നെ വന്ന് വിളിച്ച് സുബൈക്ക് വന്നിക്കണേ, നമുക്ക് ഗ്രീൻ ടെൻഡറിൽ പോകണ്ടേന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് വിളിച്ച്, എന്നിട്ട് അത്താഴത്തിനൊക്കെ വിളിച്ചു കൊണ്ടേതാണ്. എല്ലാരും ഫാസ്റ്റിങ്, ரொம்ப ഫാസ്റ്റിങ്. എല്ലാരും ഇന്ന് നേരത്തെ എണീറ്റിക്കണേ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇന്ന് സൺഡേ അല്ലേ. ഇവിടെ ഒരുത്തുണ്ട് സ്കൂളിന് പടിയേ ചവിട്ടൂല ഇവന്. അവനെ ഇവിടെ ഉള്ള ഭയങ്കര രസമായ ഒരു സംഭവങ്ങളുണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾ പോലും സ്കൂളിൽ പോകില്ല, മടിയന്മാരാണ്. വീട്ടിൽ നിന്ന് എന്താ പറയാ ഒന്നും പറയില്ല. അങ്ങനത്തെ ഒരു ലൈഫാണ് ഇവിടെ. ഓരോ മാസത്തിലും ഓരോ എന്താ പറയാ ഭയങ്കരമായ പ്രത്യേകത ഉള്ള ഒരു നാടാട്ടാ. അതിന്റെ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് നടക്കും. എന്തായാലും ഇവിടെ നിൽക്കുന്നവരെ എത്ര ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവും, ഇനി എത്ര മാസം ഉണ്ടാവും എന്ന് അറിയില്ല. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് തീർച്ചയായും വരുന്നതാണ്. ഫുള്ളായിട്ട് നമുക്ക് എന്താ ചെയ്യാ, ആർക്കടുത്തൊരു വീഡിയോ ഇടണം. ഓക്കെ, അത് നിങ്ങളെല്ലാരും സപ്പോർട്ടും വേണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തമിഴ് പേசுறா, എനിക്കൊന്നും പുരിയില്ല ഉറുദു. നീ എവ്വളോ ക്ലാസ്? 7th, നീ 8th, ഓക്കേ. നീ 9th, നീ 10th. ഇതാണ് ഇവിടെ കിട്ടിയ ഫ്രണ്ട്സ്. ഇതാണ് ചെറിയ ചെറിയ പിള്ളേര്, നമ്മളെ ഏജിക്കുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ. അവരൊക്കെ ഓരോ എന്താ പറയാ ജോബിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് വൈകുന്നേരം വരും. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടാ. ഇവിടെ എന്താ പറയാ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും ഇവിടെ എന്താ പറയാ ഒരു +2 പഠിക്കുന്ന കുട്ടികൾ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ്, കമ്പനി അടിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫാണ് ഇവിടെ. ഇവിടെ ആർക്കാട് ഫുള്ള് മുസ്ലിംസാ, ഫുള്ള് മുസ്ലിംസ് ആണ് ഇവിടെ. ഫുള്ള് മുസ്ലിംസ് ഏരിയ. എന്നാൽ അതുക്കുള്ള എന്തുണ്ട്, അതിലുള്ള ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാരും ഉണ്ട്. കോളേജാ? SS കോളേജ് ഇവിടുത്തെ ഫേമസ് കോളേജ് അല്ലേ? ഫേമസ് കോളേജ് ആർക്കാടിലെ ഒരു ഫേമസ് കോളേജാ. സ്വിമ്മിംഗ് പൂളാ? ചെക്കന്മാരൊക്കെ കോമഡിയാ. ഇതിന്റെ ഉള്ളിലാന്ന് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓട്ടോ അതിന്റെ ഉള്ളിൽ പോകുന്നത്. ഗ്രീൻ തണ്ടർ വാട്ടർ തീം പാർക്ക് ആർക്കോട്ട്. ഇതായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ. പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടാ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് കിഡ്സ് പാർക്കാട്ടാ, വന്ന് കിഡ്സ് പാർക്കാണ്. ഇതാ ഇവരെ പാർക്കാണ്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന് പറഞ്ഞ പോലെ ഇവിടേക്ക് വരണമെന്നുണ്ടെന്നില്ല. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ കാട്ട്പാടി ആട്ടാ. എന്താ അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഉള്ളിലെത്തിയുള്ളത്, എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇവര് വലിയ സംഭവമൊക്കെ ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ വരാഞ്ഞിട്ട് ഇനി വരാനും വേണ്ടിയുള്ള പരിപാടിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ തീർച്ചയായും പറയുന്നതാണ്. തമിഴിൽ 90 സെൻറ്റിമീറ്റർ എന്താ പറയുക, ആ ഹൈറ്റുള്ളവർക്ക് എന്താ ചെയ്യുക, ഫ്രീ ആണെന്ന് പറഞ്ഞത്. 130 സെൻറ്റിമീറ്റർ ഉള്ളവർ എന്താ പറയുക 150 രൂപ എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം മനസ്സിലായി. എനിക്ക് ആ തമിഴായതുകൊണ്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇവിടെയൊക്കെ തമിഴാണ് എഴുതി വെച്ചിരിക്കുന്നത്. തമിഴ് അറിയുന്നവരൊക്കെ വായിക്കുക. തമിഴാണ് എഴുതി വെച്ചത്. ടിക്കറ്റ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ. ഇത് സെമി ബുൾ. മെറ്റീരിയൽസ് എന്ന് പറയാൻ അത്ര ഒന്നുമില്ല, ആകെ 2-3 ഉള്ളൂ. നമ്മളെന്താ ഒരു ട്രെയിനുണ്ട്, അതുപോലെ ഒരു നമ്മളെ ഒരു എന്താന്ന് പറയുക, തോണിയിലിടുന്ന ഊഞ്ഞാലൊക്കെ എന്താ പറയുക, അത് തന്നെ അതുണ്ട് ഇവിടെ. ഇതൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. വൈബ് എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിൽ കളിക്കുന്ന സെമി ബോൾ. ഞാൻ അറിയില്ല അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഏയ് പപ്പു, നമ്മളെ പപ്പു നമ്മളെ ഫ്രൂട്ട് ഷോപ്പിൻ്റെ ഓണറാട്ടാ. നിങ്ങളെ പേര്? നാം ക്യാ? മുസ്തഫ, അബ്ദുള്ള, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയുള്ള പരിപാടിയാണ്. കുറേ പിള്ളേരുണ്ട്. എന്തായാലും വൈബാക്കാം അല്ലേ? எவ்வளோ மெட்டீரியல்ஸ் இருக்கு இதுக்குள்ள எவ்வளோ மெட்டீரியல்ஸ் இருக்கு? 200. மெட்டீரியல்ஸ் எவ்வளோ? 5 games. 5 games. 2 water rides. അതിൽ ഇവിടെ ഫോട്ടോ ഉണ്ട്, കാണുന്നുണ്ട് നിങ്ങൾക്ക്? വെള്ളത്തിൽ കളിക്കുന്നത്. പിന്നെ ഊഞ്ഞാല് തന്നെ ഉള്ളൂ. ആകെ കളിക്കാനുള്ള എന്താ ചെറിയൊരു പാർക്കാണ്. ആർക്കാടിൽ ചെറിയൊരു പാർക്കാണ്. അപ്പോൾ ഇതാ ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയാണ്. എത്ര എന്നുള്ളതൊക്കെ ചോദിച്ചാൽ എவ்வளோ ടോട്ടല്? 900. 900 രൂപ കേട്ടാ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സെമി പൂളാണ് ഇവിടുത്തെ വൈബ്. നോമ്പിനാണ് ഇവിടുത്തെ പിള്ളേർക്ക് വൈബ്. സെമി പൂളിലാണ്. ഇവിടെ നോമ്പൊന്നും മുറിയില്ലാന്ന് തോന്നുന്നു. ഇവിടെ അനഫിയാണ്. എനിക്കറിയില്ല ഇവിടുത്തെ അവസ്ഥ ഒന്നും. വെള്ളത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുളി കാണാൻ വന്നതാണ്, കുളിക്കാൻ വന്നതല്ല. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. ആകെ 5 ഗെയിംസോ ഉള്ളതിൽ. ചെറിയ ചിൽഡ്രൻ പാർക്കാണ്. കണ്ടാ, ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇന്നെ കൊണ്ടുവന്നിരിക്കുന്നവര്. ഇനി പിന്നെ ഇവിടുത്തെ വലിയ എന്താ പറയുക, വലിയ മെറ്റീരിയൽ വരുന്ന പാർക്കൊക്കെ വേളൂരുണ്ട് തോന്നുന്നുണ്ട്. വേളൂർ ഇവിടുന്ന് കുറച്ചാണ്ട് പോകണം ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇലക്കിയൻ. ഇവിടെ വീടുങ്കതാ? ആ ശരി. എല്ലാം കൂടെ ഉള്ള പിള്ളേർ വൈബാട്ടാ. സ്വിമ്മിംഗ് പൂളിൽ ചാടി കുളിച്ച്. എന്തായാലും നമുക്ക് എന്താ ഇവിടുത്തെ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് കിട്ടണം. ഇവൻ വെള്ളം കണ്ടിട്ട് എത്ര ദിവസമാടാ? വെള്ളം കണ്ട് കുറേ ദിവസം ഇതപ്പോ ചാടാൻ പോവാ.
ചാട് തമീം പൈത്യക്കാരെ കഴിഞ്ഞ് കുടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിട്ടപ്പോൾ കുളിക്കേണ്ട അവസ്ഥ വന്ന് എന്താ ചെയ്യുക, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. എല്ലാവരും ഓക്കെ? ആ ഓക്കെ, എന്തോ ക്ലിയർ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞില്ലേ? എപ്പടി ഇരുന്നേ? நல்லா இருந்த? சூப்பரா இருந்தல்ல? எப்படி இருந்த? எப்படி இருந்த? டேய் எப்படி இருந்த விளையாடியது? சூப்பரா இருந்தா? சூப்பரா இருந்துச்சு. சூப்பரா இருந்துச்சுல்ல? சூப்பரா இல்ல? சூப்பரா இருந்துச்சுல்ல? இது எங்க இந்த ஊரு பிளேஸ் சொல்லுங்க. ஆற்காடு விஷாரம் போற வழியில கிரீன் தண்டர். വിശാരം പോണ വഴിയില് റാണിപ്പേട്ട് ഡിസ്ട്രിക്റ്റാ? റാണിപ്പേട്ട് ഡിസ്ട്രിക്റ്റില് വിശാരം പോണ വഴിയില്. ഇത് മുസ്തഫ, ഇത് പപ്പു, യൂണസ്, റിയൽ പേര് യൂണസ്. അപ്പൊ പോവാനുള്ള പരിപാടിയാണ്. എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, ഇതുപോലുള്ള രസകരമായ വീഡിയോയുമായിട്ട് ഇനിയും വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളോട് സപ്പോർട്ട് വേണം. ഓക്കെ, ഞാൻ ഇവരോട് ഇതിൻ്റെ ഉള്ളിലൊന്ന് വീഡിയോ എടുത്തോട്ടൊന്ന് പെർമിഷൻ ചോദിക്കാനുള്ള പരിപാടിയാണ്. ഇവർ സമ്മതിക്കുമോയെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. ചിലപ്പോൾ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, സമ്മതിക്കാനുള്ള വഴിയൊക്കെ കുറവാണ്. അപ്പോൾ അതിന് സമ്മതം തന്നു കേട്ടോ. പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞു. നമ്മളുള്ള ഇതൊക്കെ ഒന്ന് കണ്ടുനോക്കാം, മെറ്റീരിയലൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ആ വെയിറ്റ് പണി, ഞാനും വരാം. ഇല്ല ഇവരെ കൂടെ വരാം. ആ ശരി. ഇത് ട്രെയിനാണ്. പിന്നെ ഒരു തോണിയുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. കിഡ്സ് പാർക്കാണ്. നമ്മളെ എന്താ പറയുക, കൊച്ചിയിലുള്ള വണ്ടർല മാതിരി ഒന്നും അല്ലട്ടാ. ചെറിയ ചെറിയ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. തോണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ അവിടെ ലേഡീസ് ഓൺലി. അവിടേക്ക് പോകാനുള്ള ഇതൊന്നുമില്ല. അതുപോലെ പിന്നെ ഇതാണുള്ളത്, കണ്ടു നോക്കാം. ഇതിനുള്ളിൽ വേറെ എന്തെല്ലാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. ഇല്ല, അതിൻ്റെ ഉള്ളിൽ ഫോൺ കൊണ്ടുപോകാൻ വഴിയില്ല. ഓൺലി കിഡ്സാണ്. കണ്ടിട്ട് കിഡ്സ് മാത്രമേ എൻ്റെ ഉള്ളിൽ കയറാൻ കഴിയുമോ എനിക്ക് തെറിയില്ല. ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കും. ഇതാണ് പിന്നെ ഇവിടെ ഉള്ളത്. സൂപ്പറായിരുന്നു. ഇതെവളോ ഓപ്പണിംഗ് ടൈം? ഓ 9 to 6 ആ? ഓക്കെ ശരി. ഇത് മട്ടും തയ്ക്കല്ലേ? വേറെ ഒന്നുമില്ലല്ലേ മെറ്റീരിയൽ? അതല്ല, ഇതുക്കുള്ള മെറ്റീരിയൽ മട്ടും ഇതാ? ആ, ഓൺലി വൺ അല്ല, ആർക്കോടും വൺ ഓൺലി? ആ ശരി. നിങ്ങളെ പേരെന്നാ? സഖാദേവൻ അല്ലേ? കേരളയിൽ നിന്ന് വന്നിരിക്ക്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളു. അപ്പുറത്ത് പിന്നെ ലേഡീസ് ആയതുകൊണ്ട് അങ്ങോട്ട് തീരെ പോകാൻ പറ്റില്ല. പോയിട്ടുണ്ടെങ്കിൽ അടി വരും. അതുകൊണ്ട് ആ വൈക്ക് ഞാൻ നിൽക്കുന്നില്ല. ഇവിടെ പിന്നെ ഒരുപാട് കപ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളു. ഒന്നുമില്ല, കാണാൻ മാത്രം ഒന്നുമില്ല. ചെറിയ കുട്ടികളുടെ ഒരു പാർക്ക് അത്ര തന്നെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല. ഇതാ ചെറിയൊരു പാർക്കും അവിടെ കപ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വേറെ അത്യാവശ്യം ഒന്നുമില്ല. എന്താ പാടുന്ന കപ്പിൾസാണ് അവരൊക്കെ. എന്താ ചെയ്യുക, യോഗ ലിമ്പിണിയെ വായാണ്ട് മടക്കിക്കാളെ ഇറങ്ങാത്ത അവസ്ഥയാണ്. അപ്പം എന്ത് നമുക്ക് ഇഷ്ടം പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് തിരിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മുന്നിൽ പോയിരിക്കുക. അപ്പം ഞാനും പോവാണ്. ഓക്കെ.
Okay, thank you, sir. See you next time. അപ്പോൾ ഇനി എന്താ പ്ലാൻ എന്നൊരു പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ പോകണം എന്നുള്ളതൊന്നും തെരിയില്ല. നടന്നിട്ടാണോ എങ്ങനെ പോകണം? ഡേയ് പോയിടാ വാ. എല്ലാവരും ഇതാ കുളിച്ച് സൂപ്പറായി. சொல்லு. இந்த பையன் பப்புவை 10 ரூபான்னு சொன்னா பாத்துக்கோங்க. 10 രൂപ അങ്ങനെ വേറെ ഒന്നുമില്ല. ഇത് മറ്റൊന്നും ഇങ്ങ വേറെ പാർക്കൊന്നും ഇല്ല ഇവിടെ. ഇതൊക്കെ തന്നെ ഉള്ളൂ എന്നാ പറയുന്നത്. ഇവിടെ ഒരുപാട് മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും വേണമെന്ന് കയറി നമുക്ക് പോയേക്കാം. എന്തായാലും ഇവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്തോ ഇവിടെ കണ്ടിട്ടുണ്ട് കാര്യമായിട്ട്. അത് ലേഡീസാ? இல்ல இல்ல எல்லாரும் வரலாம். அதெல்லாம் நின்னு குளிக்கலாம். எல்லாரும் குளிக்கலாம். ஓகே ஓகே ஓகே. அங்க லேடிஸ் இருக்கா? சரி, அங்க போக முடியல. என்னோட உள்ள போய் வீடியோ எடுக்க சொன்னேன். அங்க போயில. டே 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 മിസ് ആச்சு. അങ്ങ് ലേഡീസ് അല്ല, അങ്ങ് വേറെ എന്തോ ആണ്. വേറെ എന്തോ ആണ് അവിടെ. വെള്ളം ചാടുന്ന സംഭവമായിട്ടുള്ള ഒരു നല്ല രസമുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതൊരു ഗുലം കയറിയിരിക്കുന്നത്. ഇപ്പം നടക്കാനുള്ള പരിപാടിയാണ്. നടന്ന് നടന്ന് ഇങ്ങ ഇന്ന് എവിടെ ദൂരം ഇരിക്കടാ? അങ്ക 3 കിലോമീറ്റർ ഉള്ളൂ എന്നാ പറയുന്നത്. നോമ്പൊന്നും ഒറ്റ നടക്കാനുള്ള പരിപാടിയാണ്. നോമ്പൊക്കെ ഒന്ന് വെള്ളത്തിലായിരുന്നു. നടന്നു നോക്കാം. അതാ ഗുഹന്റെ പുറത്ത് ചാടി. ഒരു ഗുഹ എന്തിനുണ്ടാക്കി വെച്ചെന്നറിയില്ല. പാലാണോ എന്താ? പാലാ എന്നാ അത്? അല്ല സുമ്മാ അല്ല, എന്തോ ഒരു പാലം വരുന്നത് അതൊക്കെയുള്ള. അതന്നെ, എന്തോ ഒരു പാലം വരുന്നുണ്ട്. അതിനുള്ള എന്തോ പരിപാടിയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും സംഭവം വൈബായിരുന്നിട്ടാ. ചെക്കന്മാരൊക്കെ ഉഷാറാണ്. എല്ലാരും സെറ്റാണ്. നമ്മളെ നാട്ടിൽ പോത്ത് ഡേ ഞാൻ சொன்ன കേരള ഇന്ത മാതിരി ഇതാ. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ബീഫ് ഇല്ലേ, ബീഫ് ഇവിടെ ഉള്ളവർ ആരും കഴിക്കൂല. ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയാ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് കഴിക്കാൻ പാടില്ല. മുസ്ലിംസ് ആണ് എന്നാൽ ചിലർ കഴിക്കും. ഇവിടെ ഭൂരിപക്ഷം അധികവും ഇവിടെ ബീഫ് കഴിക്കൂല. ബീഫ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അങ്ങനത്തെ ഓരോ വിശ്വാസമാണ് ഇവിടെ ഉള്ളവർക്ക്. എന്താണെന്ന് അറിയില്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസവും കാര്യങ്ങളായിട്ടുള്ള. അങ്ങനെ നമ്മള് നിക്കുന്ന ഇടത്തെത്താറായിട്ടാ. നടന്ന് ഭയങ്കര ക്ഷീണിച്ച്. നോമ്പല്ലേ, നോമ്പിൽ നടക്കാൻ തന്നെ ഭയങ്കര പാടാ. ഇത് 3 കിലോമീറ്റർ ഒന്നല്ല, അത് അതൊക്കെ മേലെ ഇരിക്ക്. എത്ര ഉണ്ട് ഇതിപ്പോ കറക്റ്റ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും മാപ്പിൽ എത്ര ഉണ്ട് എന്നുള്ളത്. അസർ ബാങ്ക് ഇവിടെ ടൈമിങ് എത്രയെന്ന് അറിയോ? 4:47 അല്ലേ? 4:47. 5 മണിക്ക് ജമാഅത്തല്ലേ? ഇവിടെ അനഫിയാണ്, നമ്മുടെ നാട്ടിൽ ഷാഫിയാണ്. ഇവിടെ അവിടെയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനോഹരമാണ്. തൊട്ടടുത്തുള്ള വീടും കാര്യങ്ങളായിട്ടുള്ള. എന്തായാലും നാട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരുപാട് കാണേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ആയിട്ട് തീർച്ചയായും ഞാൻ വരുന്നതാണ്. ഇതാ, ഇത് പാല് വിറ്റിട്ട് ഉണ്ടാക്കിയ വീടെന്നാ പറയുന്നത്. മാട് എന്താ അവിടെ മാട് പശുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് പശുവിന്റെ പാല് വിറ്റിട്ട് ഉണ്ടാക്കിയ വീടാന്നാ പറയുന്നത്. ഭയങ്കര വലിപ്പമുള്ള വീട്. ഓരോരുത്തർക്ക് ഓരോ ലൈഫ് അവിടെ. എന്നാലോ ഇവിടെ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ ഫുള്ള് ഫ്രൂട്ട് ഷോപ്പാണ്. ഫ്രൂട്ട് ഷോപ്പ് എന്ന് പറഞ്ഞാല് അതിന്റെ മുതലാളിയും കാര്യങ്ങളായിട്ടുള്ള ഏരിയയിൽ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളായിട്ട് നമുക്ക് കൊടുക്കുന്നത് രാത്രിയാകുമ്പോ. അതൊക്കെ എന്താ നമ്മളെ അറിയുന്ന ഒരാളാണ്. വാലേക്കും അസ്സലാം. വാലേക്കും അസ്സലാം. എങ്ക പോണ്? இல்ல இல்ல, நான் ரொம்ப டயர்டா இருக்கு. அப்புறம் வேற இங்க என்ன கிரீன் டெண்டரா? ഒരു ഗ്രീൻ ടെൻഡർ പോയിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ പോയത്. ശരി, പാക്കലാം. ഏറ്റിക്ക് വാ ഇൻഷാ അല്ലാഹ്. നമ്മൾ അറിയുന്ന ആൾക്കാരാണ്.
ഭയങ്കര സ്നേഹട്ടാ നമ്മള് കേരളക്കാരനാന്നുള്ള അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എല്ലാരും ഒരുപോലെ കാണുന്ന അങ്ങനെയുള്ള പ്രത്യേകമുള്ള സ്വഭാവം. എന്താ ഇവനൊക്കെ പ്രത്യേകിച്ച്, ഇവനൊക്കെ കാണുന്ന പോലല്ല, ആള് ഭയങ്കരനാ, കൊടും ഭീകരനാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെത്തി. എന്തായാലും തീർച്ചയായും ഇനി അടുത്തൊരു വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതിന്. അതുവരെ ബൈ ബൈ.